ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ഫീൽ ചെയ്യുന്നത്, എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. Soulmate. Your soulmate is already with you in spirit. Believe this and they will manifest physically. Yes. Definitely നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്പിരിച്വലി നിങ്ങൾ ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് റിലേഷൻഷിപ്പ് ഉള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഓൾറെഡി നിങ്ങൾക്ക് ആ ഒരു പേഴ്സന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ആ ഒരു പ്രസൻസ് എപ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ കണ്ടുമുട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ പീരീഡ് എൻഡ് ആവുന്നതായിരിക്കാം. ഓക്കെ, ആ ഒരു മീനിങ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്കെല്ലാം ഒത്തിരി എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെസ്സേജ് ആണ് ഇവിടെ കിട്ടിയത്. ആൻഡ് ട്രസ്റ്റ്. Transformation occurs through acceptance. Once you accept the current situation, it will automatically transform. Okay, ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോൾ സെപ്പറേഷനിലൂടെ കടന്നു പോകുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുമായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നില്ലായിരിക്കാം. ആ ഒരു കാര്യം നിങ്ങൾ ആ ഒരു ഫീലിംഗിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന സമയം മുതൽ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാവും. അതായത് എന്ത് കാര്യം, ഏത് സിറ്റുവേഷൻ ആയിരുന്നാലും അത് നിങ്ങൾ ആ ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അതിലൊരു ചേഞ്ച് ഉണ്ടാവും. അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകത്തേ ഉള്ളൂ. കാരണം ഒത്തിരി നാളുകളായിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ ഇതിലുണ്ടാവാം. അവർ എത്ര ശ്രമിച്ചിട്ടും എത്ര മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടും ഒരു സക്സസ് ഉണ്ടാവുന്നില്ലായിരിക്കാം. പക്ഷെ നിങ്ങൾ അതിന് മുമ്പായിട്ട് ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കറണ്ട് സിറ്റുവേഷൻ എന്താണോ ആ ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുക. ആ വ്യക്തി എങ്ങനെയാണോ ആ വ്യക്തിയെയും ആ ഒരു രീതിയിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ആ ഒരു ട്രസ്റ്റ് നിങ്ങളിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ആ ഒരു സമയം മുതൽ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാവും. ഓക്കെ, ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഉത്കണ്ഠയിലാണ്. അതായത് ഒരുപാട് അവർ ചിന്തിക്കുന്നുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. ഈ മേ ബി നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലായിരിക്കാം, പക്ഷെ ഈ ഒരു സമയത്ത് പോലും നിങ്ങളോടുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണെന്ന് കാണുന്നുണ്ട്. അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രണയം ഒരുപാട് അവർ മനസ്സിൽ കരുതി വെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളെ അവർ ഒരുപാട് ചേസ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികൾ വഴിയോ നിങ്ങളെ അവർ ഒരുപാട് ചേസ് ചെയ്യുന്നുണ്ട്. മേ ബി അവർ നിങ്ങളെ പിക്ചറോ എല്ലാം വാച്ച് ചെയ്യുന്നുണ്ടാവാം. നിങ്ങളോട് ഒരുമിച്ചുണ്ടായിരുന്ന ഓരോ മൊമെന്റ്സും അവരെക്കുറിച്ച് അവർക്ക് ഒരുപാട് സന്തോഷം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളോട് ഒരുപാട് കെയറിങ് ഉള്ളൊരു വ്യക്തിയാണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ കാര്യത്തിലും ഓവർ പൊസസീവ് ആണ് ഈ വ്യക്തി എന്ന് കാണുന്നുണ്ട്. അത്രമാത്രം നിങ്ങൾ അറിയാതെ അറിയുന്നതിനേക്കാൾ ഏറെ ഇഷ്ടം ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കായിട്ടുണ്ട്. ഓക്കെ, ആ ഒരു റിയൽ വാല്യൂ ഒരു സെപ്പറേഷനിൽ അവർ അത്രമാത്രം അറിയുകയാണ് നിങ്ങളുടെ പ്രണയം എത്രത്തോളം ഡീപ്പായിരുന്നു, ഈ റിലേഷൻഷിപ്പിൽ എത്രത്തോളം ഒരു വൈബ്രേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ അവർ റിയലൈസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പോസിറ്റിവിറ്റിയാണ് കാണുന്നത്. നിങ്ങൾക്കിടയിൽ ഒരു റീയൂണിയൻ പോസിബിലിറ്റി പലർക്കും കാണുന്നുണ്ട്. ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ബ്ലോസമിങ് അബൻഡൻസ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അടുത്തൊരു 3 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് പേർക്ക് ഒരു 3 അവേഴ്സിനുള്ളിൽ തന്നെ ഒരു ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആ ഒരു കാര്യം നിങ്ങളിലേക്ക് സക്സസ് ആയിട്ട് വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഈ പേഴ്സൺ നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മേ ബി നിങ്ങളിപ്പോൾ സെപ്പറേറ്റഡ് ആവാനുള്ളൊരു കാരണം ഈ വ്യക്തി പറഞ്ഞൊരു വാക്കായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളോട് ചെയ്തിട്ടുള്ള ഒരു തെറ്റ് കൊണ്ടായിരിക്കാം ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആയത്. പക്ഷെ ആ ഒരു കാര്യം ഈ വ്യക്തി ഇപ്പോൾ അനലൈസ് ചെയ്യാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു സക്സസ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ ഒരു സെപ്പറേഷൻ എന്നൊരു മാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾക്കിടയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നിരിക്കണം, പക്ഷെ ആ ഒരു എനർജി ഇപ്പോൾ വളരെ
ലോ ആയിട്ടാണ് കാണുന്നത്. മേ ബി ഇത് കുറച്ച് പേർക്ക് മറ്റ് വ്യക്തികൾ അല്ലെങ്കിൽ ഈ ഒരു മറ്റ് വ്യക്തികള് സമൂഹം അംഗീകരിക്കാത്ത ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷെ എങ്കിൽ കൂടിയും അതെല്ലാം ഓവർകം ചെയ്ത് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് അവര് വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. യെസ്. നിങ്ങളുടെ ആ ഒരു കെയറിങ് മേ ബി നിങ്ങൾ 2 പേരിൽ ഒരാൾക്ക് ഒരുപാട് കെയറിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കണം. ആ ഒരു കെയറിങ് മേ ബി നിങ്ങൾക്ക് ആ വ്യക്തിയിലുള്ളതുമായിരിക്കാം. അത്തരം കാര്യങ്ങൾ അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അവരുടെ ലൈഫിൽ. ആ ഒരു നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു സ്നേഹം, ഒരു മദർലി കെയർ ആ വ്യക്തി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട്. ഓക്കെ. യെസ്. നിങ്ങളുടെ കോൺവെർസേഷൻ, നിങ്ങൾ സംസാരിച്ചിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ, നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങൾ ഒരു പാട്ട് പാടുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മ്യൂസിക്കുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിരിക്കാം. ആ ഒരു കാര്യത്തിൽ അവർ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. അവർ ഒരുപാട് മ്യൂസിക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം, മേ ബി നിങ്ങളായിരിക്കാം. നിങ്ങളുടെ സംസാരം അവർക്ക് ഒരുപാട് ഇഷ്ടമുള്ളതായിരിക്കാം. മേ ബി നിങ്ങൾ അയച്ചിട്ടുള്ള വോയിസ് മെസ്സേജുകൾ ഈ ഒരു സമയത്ത് അവർ കേൾക്കുന്നുണ്ടാവാം. ഓക്കെ. യെസ്. 10 ഓഫ് കപ്സ് അത്രയധികം ആഴത്തിലുള്ള സ്നേഹം, അൺകണ്ടീഷണൽ ലവ്, ഓവർഫ്ലോയിങ് ലവ്, ഒരു ലവ് എനർജി വൈബ്രേഷൻ വളരെ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അത്രയധികം ഇന്റൻസിറ്റി ആണ് ഈ പ്രണയത്തിന് ഇപ്പോൾ ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അവര് അത്രമാത്രം ഒരു സ്നേഹം അവരുടെ മനസ്സിലുണ്ട്. അവർ എക്സ്പ്രസ് ചെയ്യാത്ത അത്രയധികം സ്നേഹം അവരുടെ മനസ്സിലുണ്ട്. നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഹാപ്പി ലൈഫ് ഇപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ദിവസത്തെ കുറിച്ച് അവർ ഓർക്കുന്നുണ്ട്. അത്രയധികം മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ദിവസം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഉണ്ടായിരുന്നു. നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു മൊമെന്റ് കുറിച്ച് അവർ വളരെ വളരെയധികം ഓർക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഓക്കെ. ആ ഒരു ദിവസങ്ങൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്യപ്പെട്ടു എങ്കിൽ എന്ന് അവർ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ. ഓക്കെ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്ത് മെസ്സേജ് ആണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. റൈറ്റ് നൗ ഐ ആം റിയലൈസിങ് ദാറ്റ് ഐ വാസ് സെൽഫിഷ് ആൻഡ് ഇമച്വർ. പ്ലീസ് ഫർഗീവ് മീ. ഐ എം സോറി സോറി സോറി. ഓക്കെ. ഇപ്പോൾ അവർ റിയലൈസ് ചെയ്യാണ്. ഓക്കെ. അവർ സെൽഫിഷ് ആയിട്ട് പെരുമാറി നിങ്ങളോട്, അല്ലെങ്കിൽ ഇമച്വർ ആയിട്ട് പെരുമാറിയിട്ടുണ്ടാവാം. അതിന് അവരോട് നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട്. ഒത്തിരി പ്രാവശ്യം അവർ നിങ്ങളോട് സോറി പറയുന്നുണ്ട്. ഐ മിസ് യു വെരി ബാഡ്ലി. യുവർ സൈലൻസ് ഈസ് കില്ലിങ് മീ. ഈ ഒരു സെപ്പറേഷൻ അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ വോണ്ട് യു ടു ബി ഹാപ്പി. എപ്പോഴും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ഒരു വെൽവിഷർ ആണ് ഈ വ്യക്തി. ഫീൽസ് ഡീപ് സോൾ കണക്ഷൻ. യെസ്, ഡെഫിനറ്റ്ലി ഇവിടെ നിങ്ങൾക്ക് 2 പേർക്കും ഒരുപാട് ആഴത്തിലുള്ള ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് കാണുന്നുണ്ട്.